പിണറായി പോയി. പൂക്കി സിഎം എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന വി.ഡി. സതീശൻ അധികാരമേറ്റു. കേരളം മുഴുവൻ ഇന്ന് ആഹ്ലാദത്തിലാണ്, ചിരിയിലാണ്. എന്നാൽ ഈ ചിരി എത്ര ദിവസം നീണ്ടു നിൽക്കും? അടുത്ത മാസം നമ്മുടെ അക്കൗണ്ടിൽ ശമ്പളം വരുമോ? പെൻഷൻ ലഭിക്കുമോ? അതോ കേരളം എന്നേക്കുമായി ഷട്ട് ഡൗൺ ആകാൻ പോവുകയാണോ? ഈ കടമൊക്കെ എന്താക്കും? ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ജനമനസ്സിലുണ്ട്. സതീശൻ സർക്കാരിനെ കാത്തിരിക്കുന്നത് എന്തായാലും പൂമത്തെയല്ല, മുൻ സർക്കാർ കുഴിച്ചിട്ട സാമ്പത്തിക ടൈം ബോംബുകളാണ്. വരാനിരിക്കുന്നത് കേരളം കണ്ടിട്ടില്ലാത്ത അത്രയും ഭീകരമായ മഹാദുരന്തമായിരിക്കും. സത്യം എന്തായാലും നിങ്ങളെ ഞെട്ടിക്കും. കേരളം ഇന്നൊരു പുതിയ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. നീണ്ട വർഷത്തെ പിണറായി വിജയൻ ഭരണത്തിന് ശേഷം പ്രതിപക്ഷ നേതാവായിരിക്കെ അഴിമതികൾക്കെതിരെ പോരാടി ജനഹൃദയങ്ങൾ കീഴടക്കിയ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പൂക്കിയാണ്, കിങ് ആണ്. ജനങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷകളാണ്. പക്ഷേ ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ചിരിക്കപ്പുറം ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ സതീശൻ കണ്ടത് ഫയലുകളല്ല, മറിച്ച് ഖജനാവിലെ വമ്പൻ വട്ടപൂജ്യമാണ്. വറ്റി വരണ്ട കിണറ്റിൽ നിന്നും വെള്ളം കോരാൻ ശ്രമിക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ ഇന്നത്തെ പുതിയ സർക്കാർ. എന്തായാലും വലിയ പ്രതിസന്ധിയിലാണ്. എല്ലാവരും മധുവിധുവാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങളല്ലേ അധികാരം ഏറ്റിട്ടായിട്ടുള്ളൂ. കേരളം എന്ന സംസ്ഥാനം സാമ്പത്തികമായി പാപ്പരായി കഴിഞ്ഞു. ആ സത്യം നമ്മൾ തിരിച്ചറിയണം. അടുത്ത മാസം മുതൽ എല്ലാം പ്രോപ്പറായി നടക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അധികാരമേറ്റ ഉടനെ വി.ഡി. സതീശൻ ചെയ്ത ആദ്യ കാര്യം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുക എന്നതായിരുന്നു. ഇത് വെറും ഒരു രാഷ്ട്രീയ നീക്കമല്ല, മറിച്ച് തൻ്റെ മുന്നിലുള്ള വഴി എത്രത്തോളം ദുർഘടമാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു. അദ്ദേഹം ആദ്യം ചെയ്തത് നിങ്ങൾ ശ്രദ്ധിക്കുക, ചിലവുകൾ ചുരുക്കുകയാണ്, വെട്ടി ചുരുക്കുകയാണ്. സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടുകൾ വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളുമായിട്ടാണ്. ശൂന്യമായ ഖജനാവാണ്. നിദാന ചിലവുകൾക്ക് പോലും ട്രഷറിയിൽ പണമില്ല. കെട്ടിക്കിടക്കുന്ന ബില്ലുകൾ വേറെ, കോൺട്രാക്ടർമാർക്കും മറ്റ് വിതരണക്കാർക്കും ഒക്കെ നൽകാനുള്ള കോടിക്കണക്കിന് രൂപയുടെ ബില്ലുകൾ മാസങ്ങളായി മാറ്റാതെ കിടക്കുകയാണ്. പിന്നെ റവന്യൂ കമ്മി. കേരളത്തിന്റെ ആഭ്യന്തര വരുമാനം കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു. അറിയാമല്ലോ, നികുതി പിരിവ് കാര്യക്ഷമമല്ലാത്തത് കൊണ്ട് തന്നെ പ്രതിവർഷം നമുക്ക് നഷ്ടപ്പെടുന്നത് ഏകദേശം 20,000 കോടി രൂപയോളമാണ്. ഈ ജ്വല്ലറികളിൽ നിന്നെല്ലാം നമ്മൾ ഒറ്റ രൂപ പോലും നികുതി പിരിക്കാറില്ല. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ വേണം സതീശൻ സർക്കാർ നൽകിയ വമ്പൻ വാഗ്ദാനങ്ങളെ നോക്കിക്കാണാൻ. ജനങ്ങൾക്കിടയിൽ തരംഗമായ സതീശൻ സർക്കാരിന്റെ ചില പ്രഖ്യാപനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആശാ വർക്കർമാർക്ക് 3,000 രൂപയാണ് ശമ്പള വർധനവ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആശാ വർക്കർമാർക്ക് ഈ തുക നൽകാൻ മാസത്തിൽ കോടികൾ അധികം വേണം. പിന്നെ അംഗനവാടി ജീവനക്കാർക്ക് 1,000 രൂപ അധികം. പാവപ്പെട്ട ഈ ജീവനക്കാരെ സഹായിക്കുന്നത് നന്മയുള്ള കാര്യമാണ്. പക്ഷേ ഖജനാവ് ശൂന്യമായിരിക്കെ ഈ പണമൊക്കെ എവിടെ നിന്നാണ് കൊടുക്കുക? പിന്നെ ക്ഷേമം പെൻഷൻ 3,000 രൂപയിലേക്ക് എത്തി. കേരളത്തിലെ 60 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്ക് പ്രതിമാസം ഈ തുക നൽകണമെങ്കിൽ ഖജനാവ് കത്തണം. ഇതിനകം തന്നെ മാസങ്ങളായി പെൻഷൻ കുടിശ്ശികയായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പിന്നെ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരു വമ്പൻ മണ്ടത്തരമായിരുന്നു. അത് പപ്പുമോന്റെ മണ്ടത്തരമാണ്. ഓരോ മാസവും കോടിക്കണക്കിന് രൂപ നഷ്ടത്തിലോടുന്ന KSRTCയിൽ ഈ സൗജന്യത്തിന്റെ ഭാരം കൂടി താങ്ങാൻ കഴിയുമോ? ഈ വാഗ്ദാനങ്ങളൊക്കെ സതീശൻ സർക്കാരിനെ ഒരു വലിയ കെണിയിലേക്കാണ് തള്ളിവിടുന്നത്. ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ ജനങ്ങൾ തിരിയും. നടപ്പിലാക്കിയാൽ കേരളം ലേലം വിൽക്കേണ്ടി വരും. പിന്നെ ഞാൻ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഗൗരവമേറിയതുമായിട്ടുള്ള ഭാഗമാണ് ഇത്. അതായത് മുൻ സർക്കാർ തങ്ങളുടെ സാമ്പത്തിക പരാജയങ്ങൾ മറച്ചുവെക്കാൻ ആശ്രയിച്ചത് സാധാരണക്കാരന്റെ വിയർപ്പായ സഹകരണ ബാങ്കുകളെയാണ്. ഏകദേശം 8,629 കോടി രൂപയാണ് ഇത്തരത്തിൽ വായ്പയായി എടുത്തു തീർത്തിരിക്കുന്നത്. ഇത് രാഷ്ട്രീയക്കാരുടെ പണമല്ല, മറിച്ച് സാധാരണക്കാർ തങ്ങളുടെ മക്കളുടെ വിവാഹത്തിനും ചികിത്സയ്ക്കൊക്കെ വേണ്ടി ബാങ്കിൽ നിക്ഷേപിച്ച പണമാണ്. കരുവന്നൂർ ബാങ്കെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇതിൻ്റെയൊക്കെ മറ്റൊരു ബാക്കി പത്രമാണത്. അപ്പോൾ ഈ തുക പലിശ സഹിതം തിരിച്ചടക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. സർക്കാരിന് പണമില്ലാത്ത സ്ഥിതിക്ക് ഈ സഹകരണ ബാങ്കുകളൊക്കെ തകരുമോ? നിക്ഷേപകർക്ക് തങ്ങളുടെ പണം തിരികെ ലഭിക്കുമോ? കേരളത്തിൻ്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കാൻ പോകുന്ന ഒരു വലിയ ടൈം ബോംബാണിത്. കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നു എന്ന ആരോപണം നമ്മൾ എന്നും കേൾക്കുന്നതാണ്. എന്നാൽ 2025-26 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് എടുക്കാവുന്ന കടം കേന്ദ്രം 23,000 കോടിയായി വെട്ടിക്കുറച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ കേരളം എടുത്ത വമ്പൻ കടങ്ങൾ കാരണമാണ് ഈ ഒരു നിയന്ത്രണം വന്നത്, ഈ സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്. അപ്പോൾ ഇന്ന് കേരളത്തിൻ്റെ ആകെ കടം എന്ന് പറയുന്നത് 4 ലക്ഷം കോടി രൂപയേക്കാൾ കൂടുതലാണ്. അതായത് ഒരു മലയാളി കുട്ടി ജനിച്ചു വീഴുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കാരനായിട്ടാണ്.
പകുതി പണം കൊണ്ട് എങ്ങനെ ഒരു സംസ്ഥാനം മുന്നോട്ട് പോകും? ശമ്പളം നൽകാൻ പോലും കേന്ദ്രത്തിൻ്റെ കനിവ് കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. നമ്മളുടെ നാട്ടിലെ ശമ്പളം കൊടുക്കുന്നത്, പെൻഷൻ കൊടുക്കുന്നതൊക്കെ ഇതുപോലെ കടമെടുത്തിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ അഭിമാന കേരളത്തിൻ്റെ അവസ്ഥ ഏകദേശം മനസ്സിലായല്ലോ. കിഫ്ബി വഴി വലിയ പാലങ്ങളും റോഡുകളൊക്കെ പണിതപ്പോൾ നമ്മൾ കൈയടിച്ചു. എന്നാൽ ആ വികസനങ്ങൾ നടന്നത് നമ്മൾ ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന വരുമാനം പണയം വെച്ചുകൊണ്ടാണ്. കിഫ്ബി എടുത്ത വായ്പകൾ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയതോടെ കേരളം ശ്വാസം മുട്ടിച്ചാവാനായിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഈ വികസന പദ്ധതികളുടെയൊക്കെ പലിശ അടയ്ക്കാൻ തന്നെ വരും വർഷങ്ങളിൽ കേരളത്തിന് വിയർക്കേണ്ടി വരും. സതീശൻ സർക്കാരിന് ഈ വെള്ളാനയെ പോറ്റാൻ സാധിക്കുമോ? പണമില്ലെങ്കിൽ സർക്കാർ എന്ത് ചെയ്യും? ജനങ്ങളെ പിഴിയുക എന്നതല്ലാതെ മറ്റൊരു വഴിയുമില്ല. സതീശൻ സർക്കാരിൻ്റെ കുഴപ്പമല്ല അത് മുൻ സർക്കാർ കാണിച്ചു കൂട്ടിയ കൊള്ളരുതായ്മകളുടെ ഫലമാണ്. എന്തായാലും അടുത്ത മാസങ്ങളിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ ഞാനൊന്ന് ചുരുക്കി പറയാം. വെള്ളക്കരം വർധനവ് നിലവിലുള്ളതിനേക്കാൾ 10% മുതൽ 20% വരെ വർധനവ് പ്രതീക്ഷിക്കാം. വൈദ്യുതി നിരക്ക് സർചാർജ് എന്ന പേരിൽ വലിയൊരു തുക ജനങ്ങളിൽ നിന്നും ഈടാക്കാൻ KSEB തയ്യാറെടുക്കുന്നുണ്ട്. ഭൂമി നികുതിയും സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ നിരക്കുകൾ വർദ്ധിപ്പിക്കാതെ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. 4. KSRTCയുടെ ടിക്കറ്റ് നിരക്ക് സ്ത്രീകൾക്ക് ബാധകമായിരിക്കില്ല. പുരുഷ ജനങ്ങൾ ഈ ടിക്കറ്റ് നിരക്ക് കൂട്ടിയത് അനുഭവിക്കേണ്ടി വരും. സൗജന്യ യാത്ര നടപ്പിലാക്കുമ്പോൾ മറ്റുള്ളവരുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാൻ സർക്കാർ നിർബന്ധിതരാകും. മുമ്പ് സൂചിപ്പിച്ചതുപോലെ മധുവിധം കഴിയുകയാണ്. ജനത്തെ ഭയന്ന സതീശൻ, അതായത് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. എങ്കിൽ കൂടി ഇപ്പോൾ നമുക്കിടയിൽ കാണുന്ന ചിരിയും ആഘോഷങ്ങളും ഒരു വലിയ പ്രക്ഷോഭത്തിന് മുന്നോടിയാണ്. പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ക്ഷേമ പെൻഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ ജനരോഷം ആഞ്ഞടിക്കും. പിണറായി പോയപ്പോൾ എല്ലാം ശരിയാകുമെന്ന് കരുതിയവർക്ക് മുന്നിൽ സതീശൻ സർക്കാരിന് കൃത്യമായ മറുപടി നൽകേണ്ടി വരും. ഇനിയിപ്പോൾ പിണറായി തന്നെയാണ് ഇവിടെ ഭരിച്ചതെന്ന് വെക്കുക, ഇതിലും മുടിഞ്ഞ അവസ്ഥയിലേക്ക് കേരളത്തെ തള്ളിവിടും. ഇതിലും രാഷ്ട്രീയമായ വാക്പോരുകൾക്കും പ്രായോഗികമായ പരിഹാരം അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടോ എന്നറിയില്ല. വിദഗ്ധ സമിതി പറയുന്നത് പോലെ കടുത്ത നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയാൽ അത് ജനങ്ങൾ സർക്കാരിനെതിരെ തിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. പക്ഷെ ജനങ്ങൾ മനസ്സിലാക്കിയേ തീരൂ. കാരണം മുമ്പത്തെ സർക്കാർ ഇവിടെ കാണിച്ചു കൂട്ടിയത് അത്രത്തോളമാണ്. കേരളം ഒരു പടുകുഴിയിലാണ്. ഇത് VD സതീശൻ്റെയോ പിണറായി വിജയൻ്റെയോ മാത്രം പ്രശ്നമല്ല, ഇത് നിങ്ങളുടെയും എൻ്റെയും കൂടി പ്രശ്നമാണ്. നമ്മൾ നൽകുന്ന നികുതി പണം എങ്ങോട്ട് പോകുന്നു? എന്തിനാണ് ഇത്ര വലിയ കടമെടുത്തത്? നമ്മുടെ കുട്ടികളുടെ ഭാവി കടത്തിലാണോ എന്ന് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കണം. സതീശൻ സർക്കാരിൻ്റെ ഈ മധുവിധം അവസാനിക്കുമ്പോൾ കേരളം കാണാൻ പോകുന്നത് കനത്ത പോരാട്ടങ്ങളാണ്. രാഷ്ട്രീയ ലാഭങ്ങൾക്കപ്പുറം കേരളത്തെ രക്ഷിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? VD സതീശന് കേരളത്തെ ഈ കടക്കടിയിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ അടുത്ത മാസം മുതൽ കേരളം സ്തംഭിക്കുമോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യാതൊരു മടിയും കൂടാതെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതേ സംശയം ഉണ്ടെങ്കിൽ അതും ചോദിക്കുക. എന്തായാലും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഓരോ മലയാളിയും ഈ സത്യം അറിയിക്കുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.